പ്രധാന ശബരിമല ഇടത്താവളമായ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിന് അനുവദിച്ച 2 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പിടിപ്പുകേട് മൂലം ഇത്തവണയും ഇവിടെ എത്തുന്ന ഭക്തർ അടിസ്ഥാന സൗകര്യങ്ങളിലടക്കം ബുദ്ധിമുട്ട് നേരിടുകയാണ്. ശബരിമല തീർത്ഥാടനത്തിൽ പന്തളം ക്ഷേത്രത്തിനുള്ള പ്രാധാന്യം കണക്കിലെടുത്താണ് 2022-23 കാലയളവിൽ 2 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ചത്. കെ അനന്തഗോപൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ ബോർഡിന്റെ വാർഷിക ബജറ്റിലാണ് തുക വകയിരുത്തിയത്. സമീപകാല ചരിത്രത്തിൽ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് ബോർഡ് ഫണ്ട് അനുവദിക്കുന്നത് ആദ്യമായിരുന്നു. ക്ഷേത്രത്തിന്റെ ജീർണതകൾ പരിഹരിക്കുക, തിരുമുറ്റം നവീകരണം, പാർക്കിംഗ് സ്ഥലം വാങ്ങുന്നതടക്കമുള്ള പദ്ധതികൾ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ ഒന്നും നടപ്പായില്ല. പന്തളം നഗരസഭ മുൻകൈയെടുത്ത് ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് പോലും ദേവസ്വം ബോർഡിന്റെ സഹായം ലഭിക്കുന്നില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പറയുന്നു. എല്ലാ വർഷവും ഈ തീർത്ഥാടന സമയമാകുമ്പോഴാണ് പെട്ടെന്നൊരു മുന്നൊരുക്കം എന്ന നിലയിൽ ഇവരെ ഇടപെടുന്നത്. പക്ഷേ ഒരു അയ്യപ്പൻ്റെ കളിച്ചു വളർന്ന സ്ഥലം എന്ന രീതിയിൽ ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അതിനനുസരിച്ചുള്ള ഒരു സംവിധാനവും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ. മാസ്റ്റർ പ്ലാൻ പ്രകാരം 2 കോടി രൂപ അനുവദിക്കുന്നതെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ തുക അനുവദിക്കുമെന്നുമായിരുന്നു ദേവസ്വം ബോർഡിന്റെ പാഴ്വാക്കായ പ്രഖ്യാപനം. ജനം, പത്തനംതിട്ട.